ഇവരെല്ലാം നേരിടുന്നൊരു പൊട്ടൻഷ്യൽ എനിമി എന്ന് പറയുന്നത് ജിഹാദും റാഡിക്കൽ ഇസ്ലാമും തന്നെയാണ്. ഇപ്പോൾ ഫാൽഗ ഇപ്പം ഈ അസിം മുനീറോ ആണെങ്കിൽ പാകിസ്ഥാനുമായിട്ടൊന്നും ട്രംപിന് അടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അസന്നിഗ്ധമായിട്ട് ഇയാൾ പറയുന്നത്. കാരണം പല ആവർത്തിയിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അവിടെ പാകിസ്ഥാന് F-16 മറ്റുള്ള പല റിപ്പയർ ചെയ്യുന്ന സ്പെയർ പാർട്സ് കൊടുക്കുന്ന തീരുമാനത്തിലായപ്പോൾ പോലും അത് അവിടെയുള്ള റിപ്പബ്ലിക്കൻസിനും ഡെമോക്രാറ്റ്സ് ഇന്ത്യ ലോബിയും ചെയ്തു. അപ്പോൾ അതിനകത്തുനിന്ന് മാറിയിട്ട് പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ കൂടുതൽ ചൈനയുടെ കൂടെ അടുക്കുമ്പോൾ അത് പൊട്ടൻഷ്യലായിട്ട് അമേരിക്കയ്ക്ക് ത്രട്ടാണ്, അതുമല്ലാതെ ഇന്ത്യക്കും ത്രട്ടാണ്. ഇതിൻ്റെയൊക്കെ പേരിലാണ് അവർ ഇടപെട്ടത്. അതേപോലെ തന്നെ ഈ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് യഥാർത്ഥ സത്യം എനിക്ക് അറിയത്തൊന്നുമില്ല. കാരണം ഇയാൾ അവിടെയുള്ള ഇൻ്റലിജൻസ് സെക്യൂരിറ്റി എക്സ്പേർട്ടുകളോടൊക്കെ ചോദിച്ചിട്ടാണ് പറയുന്നത്. അതായത് പാകിസ്ഥാൻ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കിയ സമയത്ത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ചെയ്ത് അമേരിക്കയോട്, കാരണം പാകിസ്ഥാൻ്റെ ആ സമയത്ത് ഏറ്റവും വലിയ അലയൻസ് പാർട്ണറാണ്,